മലപ്പുറം പൊന്നാനി ഹിലർപ്പള്ളി ഭാഗങ്ങളിലെ കടൽഭിത്തി നിർമ്മാണം ഇനിയും പൂർത്തിയായിട്ടില്ല. കൂടുതൽ വീടുകൾ കടലെടുക്കുമോ എന്ന ആശങ്കയിലാണ് തീരദേശത്തുള്ളവർ. ഭിത്തി നിർമ്മാണത്തിന് ഒരു മാസത്തിനകം തന്നെ പരിഹാരം കാണുമെന്ന് പൊന്നാനി MLA KP നൌഷാദ് അലി പറഞ്ഞെങ്കിലും വേഗത്തിലാക്കാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാപ്പിരിക്കാട് മുതൽ അഴീക്കൽ വരെ 10.5 കിലോമീറ്ററാണ് പൊന്നാനി മണ്ഡലത്തിലെ തീരദേശമുള്ളത്. ഇതിൽ 1 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ഇപ്പോൾ കടൽഭിത്തി ഉള്ളത്. കഴിഞ്ഞ ദിവസം കടൽക്ഷോഭം ഉണ്ടായ ഹിലർപ്പള്ളി ഭാഗത്തെ 4 വീടുകളാണ് പൂർണ്ണമായും കടലെടുത്തത്. ഈ ഭാഗങ്ങളിൽ കടൽഭിത്തിയില്ലാത്തതാണ് വീടുകൾ കടലെടുക്കാൻ കാരണമായത്. ഇത് കടൽഭിത്തി ഷേപ്പാവലെന്നാണ് ഇതിന്റെ പരിഹാരം. അല്ല പിന്നെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഉള്ള വീട് നിലനിർത്താൻ അതേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇനി കയറി അങ്ങോട്ട് പോകും, അവിടുത്തെ അട്ടി പോകും. ഈ അട്ടി പോയാലും പിന്നെ ആ അട്ടിക്ക് പോകും. ഒരു മാറ്റം ഇതിനില്ല. പറയുമ്പോൾ 20-30 കൊല്ലം ഇവർ ഇടും. ഇതുവരെ ഒന്നും സാധ്യതയായിട്ടൊരു കല്ലുള്ളി ഇവിടെ നടന്നിട്ടില്ല. വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമായാൽ ഈ മേഖലയിലെ ബാക്കി വീടുകളിലേക്ക് കൂടി കടൽ കയറുമോ എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. ഇവരെ 4 വീട് മൊത്തം നശിച്ചു പോയി. അടുത്തത് അതിൻ്റെ ബാക്കിലുള്ള വീട്ടുകാർക്കാണ് ഇനിയിപ്പോൾ ഉള്ളത്. അപ്പോൾ ബാക്കിയുള്ള വീട്ടുകാർക്ക് വള്ളം കയറിയിട്ട് ആശനഷ്ടങ്ങൾ അവർക്കും വരാൻ പോകുന്നുണ്ട്. കടൽ ഭിത്തി നിർമ്മാണത്തിനായി ബജറ്റിൽ 3 കോടി വകയിരുത്തുകയും ബാക്കി തുക നബാർഡിൽ നിന്നുൾപ്പെടെ കടമെടുക്കാനും തീരുമാനിച്ചതായി പൊന്നാനി MLA KP നൌഷാദ് അലി പറഞ്ഞു. പദ്ധതി പൂർത്തിയാകാൻ കാലതാമസമെടുക്കുമെന്നതിനാൽ കടൽക്ഷോഭം രൂക്ഷമായ സ്ഥലത്ത് 1 മാസത്തിനകം കടൽ ഭിത്തി നിർമ്മിക്കാൻ ഇടപെടലുണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ചില കമ്പനികളെയൊക്കെ വ്യക്തിഗതമായിട്ട് MLA എന്നുള്ള നിലയിൽ ഞാൻ സമീപിച്ചിട്ടുണ്ട്. അവരുടെ CSR ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു അത്യാവശ്യമുള്ള ഇടങ്ങളിൽ ഒരു കടൽ ഭിത്തി പണിയാനുള്ളൊരു സാഹചര്യം ചെറിയ തുകകളാണ് കിട്ടുമെങ്കിൽ പോലും 1 കോടിയിൽ താഴെയുള്ളൊരു തുകയ്ക്ക് വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. അത് കിട്ടിയാലുടൻ 1 മാസത്തിനകത്ത് ചില ഇടങ്ങളിൽ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള രൂക്ഷമായി ബാധിക്കുന്ന ഇടങ്ങളിൽ നമ്മളൊരു കടൽ ഭിത്തി ഉണ്ടാക്കണം. അതൊരു മാസത്തിനുള്ളിൽ ഈ മൺസൂൺ തീരുന്ന മുമ്പ് ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കൂടുതൽ വീടുകൾ കടലെടുക്കുന്നതിന് മുമ്പ് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മീഡിയ 1 തിരൂർ.